RSS അതിൻ്റെ 100ാം ജന്മവാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് സർവസംഘചാലക് ശ്രീ മോഹൻ ഭഗത് കഴിഞ്ഞ 2 ദിവസമായി ബോംബെയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആ സംഘടനയുടെ ഇരട്ടത്താപ്പും ദുരൂഹതകളും ഒരിക്കൽ കൂടി ലോകത്തെ അറിയിക്കുന്ന തരത്തിലായിരുന്നു. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങളുടേതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു വസ്തുത, നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അജണ്ടകളും തീരുമാനിക്കപ്പെടുന്നത് ഒരു റിമോട്ട് കൺട്രോളറായി ഈ മോഹൻ ഭഗത്തും അദ്ദേഹത്തിൻ്റെ ടീമുമാണെന്ന് നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങളൊരു പാരാ മിലിറ്ററി സംവിധാനമല്ല, പക്ഷെ നമുക്കറിയാം RSSൻ്റെ ഓഫീസ് സംവിധാനം, അതിലെ അംഗത്വം, അവരുടെ പരേഡുകൾ ഒക്കെ വളരെ രഹസ്യ സ്വഭാവത്തിൽ, എന്നാൽ ഒരു പട്ടാള ചിട്ടയോടെ നടപ്പാക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കറിയാമെന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ കാഴ്ചയിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തോന്നാമെങ്കിലും ഞങ്ങൾ അങ്ങനെയല്ല എന്ന് മാത്രമല്ല അദ്ദേഹം അഭിമാനത്തോട് പറയുന്നു, ഞങ്ങൾ സന്യാസി ജീവിതം നയിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വടി കാണും, ആ വടി ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താനല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദണ്ട് മുതൽ എല്ലാ വർഷവും RSSൻ്റെ ജന്മദിനത്തിൽ അവർ നടത്തുന്ന പരേഡിൽ ഉയർത്തുന്ന നീളം കൂടിയ വടിവാൾ ഉൾപ്പെടെ അവർ എന്തിനു വേണ്ടിയാണ് ഈ ആയുധങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തിയതെന്ന് വ്യക്തമായി മനസ്സാക്കിയിട്ടുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ പുതിയ തലമുറയോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. എല്ലാവരും 19 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ വിവാഹം കഴിച്ചിരിക്കണം. ഈ പറയുന്ന വിവാഹിതനല്ല എന്ന് നമുക്കറിയാമല്ലോ. എന്ന് മാത്രമല്ല, എല്ലാവർക്കും 3 വീതം കുട്ടികൾ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിലോ രാജ്യം തളർന്നു പോകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഘർ വാപ്പസി വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതോ കാലത്ത്, നിങ്ങളിൽ ചില ആളുകൾ ഏതോ കാലത്ത് നിങ്ങൾ ഹിന്ദു സമൂഹത്തെ സാംസ്കാരികമായി ഉപേക്ഷിച്ച് വേറെ എവിടെയൊക്കെ ചേക്കേറിയിട്ടുണ്ട്. അർത്ഥം, രാജ്യത്ത് ഇന്ന് അഹിന്ദുക്കളായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ, ഇസ്ലാം, മറ്റ് ന്യൂനപക്ഷങ്ങൾ, അത് സിഖുകാർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ, അവരിൽ ഭൂരിപക്ഷം ആളുകളും ആരുടെയോ സമ്മർദ്ദപ്രകാരം തങ്ങളുടെ തറവാട് വിട്ട് ചേക്കേറിയവരാണ്. അവരൊക്കെ തറവാട്ടിലേക്ക് മടങ്ങി വരണമെന്ന്. ചുരുക്കത്തിൽ, രാജ്യത്തെ വർഗീയമായി വിഭാഗീയമായി ചിന്തിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും ഞങ്ങളുടെ പ്രവർത്തനം സജീവമാക്കുന്നു ഈ 100ാം വർഷത്തിലുമെന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾ പ്രസംഗിക്കുകയാണ്. ബംഗ്ലാദേശിലെ 1,25,00,000 വരുന്ന ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇയാൾ പറയുന്നു. ചുരുക്കത്തിൽ, ഒരു രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് രാഷ്ട്രത്തെ പറ്റി എങ്ങനെയാണോ ISISന്റെ നേതാവ് അങ്ങ് ഇറാഖിലിരുന്ന് പ്രസംഗിക്കുന്നത്, അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത തരത്തിൽ ഇന്ത്യൻ ജനങ്ങളെ വിഭാഗീയമായി കാണുവാനും അവരുടെ അവകാശങ്ങളിൽ പോലും സ്വകാര്യ അധികാരങ്ങളിൽ പോലും അഭിപ്രായം പറയുവാനും, പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ കല്യാണം കഴിക്കണമെന്നും 3 പ്രാവശ്യമെങ്കിലും പ്രസവിക്കണമെന്നും വരെ പറയുന്ന തരത്തിലേക്ക് RSSന്റെ ഈ പറയുന്ന സംഘചാലക് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങളിൽ ജാതിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ, ഈ RSSന്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തിയിട്ടുള്ള എല്ലാവരും ബ്രാഹ്മൺ സമുദായത്തിൽ നിന്ന് മാത്രമുള്ളവരാണ്. അതിൽ തന്നെ 90% ആളുകളും ചിത്പാവൻ ബ്രാഹ്മിൺസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. കാരണം അവർക്ക് മാത്രമേ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഈ ചാതുർവർണ്ണ സംവിധാനം അവസരമൊരുക്കുന്നുള്ളൂ എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇത്തരത്തിൽ പരസ്യമായി വിഭാഗീയമായ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഇതിനെയൊക്കെ പാടിപ്പുകഴ്ത്താനാണ് ഇന്ത്യയിലെ ശരാശരി ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.